Hello everyone, welcome to Jupod Class 8. It's me, Nafi. എല്ലാവർക്കും മക്കളെ Jupod 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ ഓണം എക്സാം സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ ഉള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ തീർക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഞാനൊരു കാര്യം പറയാം. നമ്മൾ എല്ലാ സബ്ജക്റ്റിലെയും ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്തി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ സോഷ്യൽ സയൻസിൽ 3 ചാപ്റ്ററാണ് ഓണം എക്സാമിലുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും 3 ചാപ്റ്റർ അല്ല, 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും 5ാമത്തെ ചാപ്റ്ററിന് കുറച്ചും എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ ഓണം എക്സാമിന് ചാപ്റ്റേഴ്സ് നമ്മൾ സോഷ്യൽ സയൻസിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് അഥവാ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാ, മൂവ്മെന്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ഈ 3 ചാപ്റ്റർ ആണ് ഉണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. ഈ 3 ചാപ്റ്റർ അല്ല, 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥകളും ചാപ്റ്റർ ഫുൾ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്തേക്കാം, 5ാമത്തെ ചാപ്റ്ററിന് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 4 ചാപ്റ്റർ നിങ്ങൾ തെറവായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 3 ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് ഓണം എക്സാമിന് ചോദിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കാണണം. അതിൽ ഈ 3 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് നിന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സോഷ്യൽ സയൻസിൽ ഓണം എക്സാമിന് 3 ചാപ്റ്റർ അല്ല, 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ക്ലാസ് ഒന്ന് വാട്സപ്പ് ചെയ്യട്ടോ. ഒരിക്കലും ഇതിലേക്ക് കോൾ ചെയ്യരുത്, ഓൺലി വാട്സപ്പ് ആണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് 8 എന്ന് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ് 8ുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തരും. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, 8089946555 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് 8 എന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പം ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ വരുത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. 5ാമത്തെ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്തേക്കാം, ഓണം എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിനൊക്കെ ക്ലാസ്സുകൾ എവിടെയുണ്ട്, എജുപോണിൻ്റെ സൂപ്പർ ബാച്ചിലുണ്ട്. പക്ഷേ അത് പെയ്ഡ് ആണ്. നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ സെറ്റാകും, കാര്യങ്ങളൊക്കെ സെറ്റാകും, എല്ലാം റെഡിയാകും. ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഒറ്റ കാര്യം കൂടി കമൻറ്റ് പറയാൻ മറന്നുപോയി. നിങ്ങൾ ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്, ഏറ്റവും ഈസിയുള്ള വിഷയം ഏതാണ്, അതുകൊണ്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്, ഏറ്റവും ഈസിയുള്ള വിഷയം ഏതാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിന് നമ്മുടെ ക്ലാസ് 8 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെച്ചോ. ലൈവുകൾക്ക് ശേഷം നോട്ടുകൾ നമ്മൾ അതിലായിട്ട് തരാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.